ഹായ് ഫ്രണ്ട്സ്, നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് വേസ്റ്റ് തുണികളുണ്ടാവും. അപ്പോൾ ആ തുണികളൊക്കെ നമുക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റിയെടുത്താൽ വളരെ നല്ലതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ഡോർമാറ്റ് ഐഡിയ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ. അതിനു മുമ്പ് ബീവീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു പാൻ്റാണ്. ഇതാണ് ഞാൻ ഈ ഡോർമാറ്റിൻ്റെ ബേസ് പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പാൻറ് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇവിടെ രണ്ടാമതായി ഞാൻ എടുത്തിട്ടുള്ളത് ഷിഫോണിൻ്റെ ഷാളാണ്. നിങ്ങൾ ചുരിദാറിൻ്റെ ഷാൾ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പഴയ സാരിയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോട്ടൻ്റെ തുണികൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളെടുക്കുന്ന തുണിയുടെ ഇതനുസരിച്ചിരിക്കും നമ്മുടെ ഫ്ലോർ മാറ്റിൻ്റെ ഭംഗി. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാൻറ്റിൻ്റെ പീസ് നമുക്ക് ബേസ് പാർട്ടിന് വേണ്ടി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളയാം. അടിഭാഗം കൂടുതൽ കട്ടി ഉണ്ടാവും, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കത് ആദ്യം തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പീസ് ഒരു സൈഡ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. പാട്ടിന് വേണ്ടി പാൻറ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് കുറച്ച് കട്ടിയുള്ള ഏത് തുണിയും ഉപയോഗിക്കാം. തെന്നി പോകാത്ത രീതിയിലുള്ള ഏത് തുണിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ലെങ്ത്തിലാണ് ഡോർമാറ്റ് വേണ്ടതെന്ന് നോക്കുക. അതിനനുസരിച്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പഴയ ഒരു ഡോർമാറ്റാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡോർമാറ്റിൻ്റെ ലെങ്ത്ത് ഇതിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡോർമാറ്റിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഡോർമാറ്റ് ഇതേപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചുകൂടി വലുപ്പത്തിലുള്ള ഡോർമാറ്റ് നമുക്ക് ഈ പാൻറ്റിൻ്റെ തുണി കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ വെച്ചിട്ടാണ് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബേസ് പാർട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാളിൽ നിന്ന് കുറച്ച് തുണികൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഷാൾ എടുത്തിട്ട് ഏത് തുണി എടുക്കാം, നിങ്ങൾക്ക് ഷാൾ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പം ഇതിൽ നിന്ന് 4 ഇഞ്ച് വീതിയിലുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. നീളം എത്രയായാലും പ്രശ്നമില്ല, നമുക്ക് കുറേ പീസ് തുണികൾ ആവശ്യമായിട്ടുണ്ട്. അപ്പം 4 ഇഞ്ച് വീതിയിലുള്ള തുണികൾ കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 കളർ ഷോൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോർമാറ്റ് തയ്യാറാക്കുന്നത്. ഒന്ന് ഈ ചിക്കു കളറും മറ്റൊന്ന് ബ്രൗൺ കളറും. ഈ ബ്രൗൺ കളറിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് ഇതേ വീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ ബേസ് പാർട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ബ്രൗൺ കളർ പീസാണ് ഈ പുറത്തെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ കളർ പീസ് എടുത്ത് ഇതേപോലെ സൈഡൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് മടക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പിൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് പിന്നൊന്നും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നേരിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് പിൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഏത് ദിശയിലേക്കാണോ ഇതിനെ ചുരുക്കി വെക്കാൻ സൗകര്യപ്രദമായിട്ടുള്ളത് ആ ദിശയിലേക്ക് നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുക. ചിലർക്ക് ലെഫ്റ്റ് ഭാഗത്തോട്ടായിരിക്കും, ചിലർക്ക് റൈറ്റ് സൈഡിലോട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഏത് സൈഡിലേക്കാണോ നിങ്ങൾക്ക് സൗകര്യം ആ സൈഡിലേക്ക് മടക്കി ഇതിന് നല്ല ചുരുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. വളരെ ഈസിയാണ് ഈ ഒരു ഡോർമാറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചുരുക്കി വെച്ച് ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കണം. സാധാരണ ഏത് സ്റ്റിച്ചിങ് മെഷീനിലും നമുക്കിത് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമൊന്നുമില്ല, വലിയ കട്ടിയൊന്നും വരാൻ പോകുന്നില്ല. അപ്പം എല്ലാവർക്കും ഏത് തുണി വെച്ചിട്ടും ഏത് സ്റ്റിച്ചിങ് മെഷീൻ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു പീസ് കഴിഞ്ഞിട്ടാവുമ്പം ഇതേപോലെ അടുത്ത പീസ് എടുത്ത് മടക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. അതേപോലെ ചെയ്യുക. ഇത് ഒന്നാമത്തെ ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ.
അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു പീസ് എടുക്കുക, ഇതേപോലെ സൈഡ് മടക്കുക. എന്നിട്ട് ഈ ഒരു ഒന്നാമത്തേതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഇതിൻ്റെ മുകൾ ഭാഗം വരുന്ന രീതിയിൽ ചുരുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ലെയർ ഞാൻ ഈ ബ്രൗൺ കളർ പീസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. The 3 ലെയർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കളർ കോമ്പിനേഷനൊക്കെ തിരഞ്ഞെടുക്കുക. ഇനി അടുത്തതായിട്ട് ചിക്കു കളർ തുണിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാ ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇതേപോലെയുള്ള ബ്രൗൺ കളർ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനു മുമ്പ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന 2 ഡോർമാറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ തന്നെ ചുരുക്ക് വെച്ചിട്ട് സെൻറ്ററിൽ അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ ഒന്ന് മടക്കി ചുരുക്കുകളാക്കി മാറ്റുക. എന്നിട്ട് സെൻറ്ററിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ വളരെ ഭംഗിയുള്ള ഡോർമാറ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മളെ റൂമിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.